എന്താ പാടുകൾ നോക്കിയാ എന്തോടെ ഒന്നും ഇതായിട്ടില്ലല്ല, ചെരിഞ്ഞിട്ടൊന്നുമില്ലല്ല, ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ല. നമ്മള് രാവിലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഉപ്പ കൃഷിയിടത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ തണ്ണിമത്തൻ കൃഷിയിടത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തൈകളൊക്കെ ഇന്നലെ നമ്മൾ വൈകിട്ട് തുടങ്ങി രാത്രിയോട് കൂടിയിട്ട് അവസാനിപ്പിച്ച ജോലിയാണിത്. തൈകളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ മോട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് കണ്ടില്ല, വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തൈ വെക്കാനുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി ഏരിയയിൽ നമുക്ക് ഹോൾ ഇടാണ്ട്. ഹോൾ ഇടുന്ന യന്ത്രം നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിൻ്റെ ആണ്. അപ്പോൾ ഇബ്രാഹിക്ക് അവിടെ കുറച്ചും കൂടി ഏരിയയിൽ തണ്ണിമത്തൻ കൃഷിയുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഹോൾ ഇടുന്ന യന്ത്രം അങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം. ഇന്നലെ തൈ വെക്കുന്ന സമയത്ത് സുഹൃത്ത് അക്ബറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ശരിക്കും മിസ് ചെയ്തിട്ടോ. പിമ്മിയൊക്കെ ചോദിച്ച് എന്ത് വരാജ് ചോദിച്ചു. നല്ല തിരക്കി. ഇന്നലെ നമ്മള് അക്ബറിന്റെ തോട്ടത്തിൽ പോയിട്ട് യെല്ലോ കളറും റെഡ് കളറും തണ്ണിമത്തൻ മുറിച്ച് കഴിച്ചു നോക്കിട്ടാ. എല്ലാം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അക്ബറേ അല്ല, പക്ഷെ നമുക്ക് വീഡിയോയില് നമ്പർ കൊടുത്തിട്ട് കൊടുക്കാനുള്ളതെന്ന് പറയാനും പറ്റില്ല. മുതലില്ല, അത് തീരാവുന്നുള്ളൂ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുന്ന് വിൽക്കണം. അത് കണക്ക്. അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ ആ പാടം മൊത്തം വിളിച്ചു, ആ പാടത്തിൽ മൊത്തത്തിൽ ചെയ്യാനുള്ള പരിപാടി. ഇപ്പൊ തന്നെ നമ്മൾ പൈസ ഒരുക്കും. പൈസ വേണം, ഇപ്പൊ തന്നെ ഒരുക്കും. പൂച്ചയുടെ കാലത്തെ കാലം പോക്കാലിന്റെ അല്ലേ? എല്ലാ ഇത് കണ്ടു കഴിഞ്ഞാലും കടിക്കൂലേ? പോക്കാലും വെള്ളത്തിന് പൈപ്പിൽ ഒരു വെള്ളത്തിന്റെ ഇത് കാണുമ്പോഴേ ഒന്ന് കടിച്ചു നോക്കും. കുറച്ച് വെള്ളം കിട്ടാൻ ഇപ്പൊ എവിടെയും വെള്ളമില്ലല്ലോ. ഇത് കാണുമ്പോ ഒന്ന് കടിച്ചു എന്തായാലും പൊട്ടിക്കും. ഇതാണ് നായി അടിച്ചു. ഇവിടെ നായ്ക്ക് ഭയങ്കര കണ്ണിങ്ങളെ നായാണ്. നമ്മളെ കറക്റ്റ് ഹോൾഡറിന്റെ ഇത് നമ്മള് ഹോൾഡ് തരില്ല. ഇവിടെ വെള്ളം ഇറ്റുന്ന ട്രിപ്പ് വരുന്ന ഏരിയ ആണത്. ഇവിടെ കടിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് അവിടെ തന്നെ കറക്റ്റ് ഹോൾഡായി കൊടുത്താൽ മതി. ആ ഇവിടെ ജോയിന്റില് ചെറിയ ലീക്ക് ഉണ്ട്. ഇന്നലെ എന്ത് പറ്റി? കോഴിക്കോട് എന്താ പരിപാടി? ഇന്നലെ യൂത്ത് കോൺക്ലേവ് ഉണ്ടായിരുന്നു. വികസന നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രോഗ്രാം. സമയം 11 മണി ആവാറായി. ഇനി ബാക്കി പരിപാടികളൊക്കെ വൈകിട്ട്. കുറെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഗപ്പി ഇപ്പൊ ഉണ്ടോ, ഗപ്പി വളർത്തൽ നിർത്തിയോന്നൊക്കെ. ഇതിപ്പോ എന്റെ പെങ്ങളെ വീട്ടിലുള്ള ഗപ്പിയാണിത്. നമ്മുടെ വീട്ടിലെ ഗപ്പീസ് ഇപ്പൊ ഉണ്ട്, കുറവാണ്, കുറച്ച് വെറൈറ്റീസ് ഉള്ളു. ഈ കാണുന്ന റൗണ്ട് ടാങ്കില് ഫുൾ ഗോൾഡ് വെറൈറ്റി ഗപ്പികളാണ് ഇതിനകത്തുള്ളത്. ഈ കെട്ടൊന്ന് അയച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതി ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഈ ഒരു വലിയ ടാങ്കിൽ. നല്ല ആക്റ്റീവായിട്ട് തന്നെ ഓടി നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ അവിടെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെങ്ങള് കുറച്ച് മത്തൻ്റെ ഇലൊക്കെ നുള്ളിയിട്ട് കവറിലാക്കി തന്നു. അപ്പോൾ അതൊക്കെ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴത്തേന് അളിയൻ അവിടെ കായലിൽ പാടത്ത് ചിരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തണ്ണിമത്തൻ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. ബാക്കി കാഴ്ചകൾ നാളെ.